സൗപർണിക, ഇപ്പോ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ യു ഡി എഫിനെതിരായിട്ട് LDF-ഉം BJP-യും തമ്മിൽ ഒരു ധാരണയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു ആരോപണമാണ് കോൺഗ്രസ്, അതായത് UDF പലയിടത്തും വീക്കായ സ്ഥാനാർത്ഥികളെ നിർത്തിയത് ആരെ സഹായിക്കാനാണെന്ന്. ആരെ സഹായിക്കാനാണ്? യഥാർത്ഥത്തിൽ UDF BJP-യുടെയും ശത്രുവാണ്, LDF-ന്റെയും ശത്രുവാണ്. LDF-ഉം BJP-യും യുദ്ധം ചെയ്യുന്നത് UDF-നെതിരായിട്ടാണ്. രണ്ടുപേരും യുദ്ധം ചെയ്യുന്നത് UDF-നെ. പിന്നെ ആരെയാണ് UDF സഹായിക്കേണ്ടത്? അതിലെടുത്തു പറയുന്നത് നേമത്തെ ശബരിനാഥ്, UDF-ന്റെ സ്ഥാനാർത്ഥിയെ ശബരിനാഥ് വീക്കായ സ്ഥാനാർത്ഥി. എങ്ങനെയാണ് അദ്ദേഹം വീക്കായത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൊണ്ട് വീക്കായെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ സോവർണിക്ക് തോന്നുന്നുണ്ടോ ശബരിനാഥൻ ഒരു വീക്കായ സ്ഥാനാർത്ഥിയാണ്? അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു CPM-ന്റെ സൈബർ ഹാൻഡിലുകളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. നേമത്തൊരു ഡീലുണ്ട്, അത് BJP-യും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശബരിനാഥനെ നേമത്തെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പറയുന്നുണ്ട്. നേമത്ത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളും എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നത് ഒരു ഡീലുണ്ട്. ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നിർത്തുകയും അത് BJP-ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിയമമാണ് ഫോക്കസ് ചെയ്ത് ആദ്യം നേമത്തെ സ്ഥാനാർത്ഥി വീക്കാണെന്ന് പറഞ്ഞ ശിവൻകുട്ടിയാണ്. ശബരിനാഥിന്റെ പേര് വരുമ്പോൾ ശബരിനാഥ് വീക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ആദ്യം പറയുന്നത് ശിവൻകുട്ടിയാണ്. ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, ശബരി എന്ത് അടിസ്ഥാനത്തിലാണ് ശബരിനാഥ് വീക്ക് എന്ന് പറയുന്നത്? ഇത് പറഞ്ഞപ്പോ എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ വന്നു. ശിവൻകുട്ടി മുൻപ് കുറച്ചു ദിവസം മുന്നേ, ഇലക്ഷൻ തീയതിയൊക്കെ വരുന്നതിന് മുന്നേ ഒരു വീരവാദം നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു വെല്ലുവിളി. VD സതീശന് ധൈര്യമുണ്ടോ നേമത്ത് BJP-ക്കെതിരെ മത്സരിക്കാൻ? അപ്പൊ അത് കേൾക്കുന്നവരല്ലേ ഇയാൾ BJP ആണോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ BJP-ക്കാരോട് മത്സരിക്കാൻ എന്ന ഒരു ടോണിലാണ് പറഞ്ഞത്. അതേ സ്ഥാനത്താണ് ഇപ്പോ പറയുന്നു അവിടെ മത്സരിക്കുന്ന സ്ഥാനത്ത് ശബരിനാഥിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി. അതായത് ആൾക്കാർക്ക് ശബരിനാഥിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് വളരെ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. ആൾക്കാർ നെഞ്ചേറ്റിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് ശബരിനാഥ്. അത് എപ്പോ പറയും അച്ഛന്റെ ആ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ എന്ന്? ഒരിക്കലുമല്ല. അച്ഛന്റെ ഇൻഫ്ലുവൻസിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രവർത്തന ശൈലി കൊണ്ട് ആൾക്കാർക്ക് പ്രിയങ്കരനായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും ശബരിനാഥിനെ അവിടെ ഒരു വീക്കായ സ്ഥാനാർത്ഥി എന്ന് പറയാൻ കഴിയില്ല. ചേച്ചി, അല്ല, ഇപ്പൊ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും പിന്നെയുള്ള കാര്യമാണ്. പക്ഷെ ശബരി ഒരിക്കലും ഒരു വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാര്യം ശബരി വ്യക്തമായ വോട്ട് പിടിക്കും, അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. അരുവിക്കര ബൈ ഇലക്ഷൻ, കാർത്തികേയൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ ഇലക്ഷനിലാണ് ആദ്യം ശബരി തെരഞ്ഞെടുപ്പ് മുഖത്ത് വരുന്നത്, വിജയിച്ചു. പിന്നീട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് അരുവിക്കരയിൽ നിന്ന് പരാജയപ്പെടുന്നത്. അത് കഴിഞ്ഞ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി മത്സരിച്ചു. ഞാൻ പറയുന്നു, എനിക്ക് ശബരിയോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത് പാർട്ടി എന്ത് ഏൽപ്പിക്കുന്നു, എന്താണ് ഒരു കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുമ്പോൾ പാർട്ടി എന്നോട് എന്താവശ്യപ്പെടുന്നു അത് ഞാൻ ചെയ്യുമെന്ന് ആർജവത്തോടെ പറഞ്ഞ ആളാണ് ശബരിനാഥ്. വേണമെങ്കിൽ ശബരിക്ക് പറയാം, ഈ എല്ലാവരും പറയുന്നത് പോലെ കോൺഗ്രസിന്റെ അകത്ത് അടിയാണ് പ്രശ്നമാണെങ്കിൽ ശബരിക്ക് പറയാമായിരുന്നല്ലോ. പറ്റില്ല, ഞാനൊരു MLA ആയിരുന്ന വ്യക്തിയാണ്, എനിക്ക് ഒരു കൗൺസിലർ. കാര്യം അന്ന് മാധ്യമങ്ങളടക്കം പറഞ്ഞതാണ്, MLA ആയിരുന്ന ഒരാൾ വളരെ മോശമായി പോയി, ഒരു കൗൺസിലറായി മേയറാകുക എന്നുള്ള പിന്നെയുള്ള കാര്യമല്ലോ, കൗൺസിലറെ മത്സരിപ്പിക്കുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞപ്പോൾ ശബരി അവിടെ ഒരു മോശവും കണ്ടില്ല, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ശബരി മത്സരിച്ചു. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു മാജിക് നടക്കുമെന്ന് ചേച്ചി വിശ്വസിച്ചിരുന്നോ? കോൺഗ്രസ് അധികാരത്തിൽ അല്ലെങ്കിൽ യുഡിഎഫിന് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുന്ന കരുതിയിരുന്നോ? ഇല്ല. അത് എന്തായാലും കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് അറിയാമായിരുന്നു എങ്കിൽ പോലും കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അപ്പൊ അത് ശബരിക്കും അറിയാമല്ലോ. അതെ, എന്താണ് ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഇരട്ടിയാക്കുക, അതിന് സ്വാധീനിച്ച ഒരു ഫാക്ട് എന്ന് പറയുന്നത് ശബരിനാഥൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവർ എന്തൊക്കെ പറഞ്ഞാലും ശബരിയെ പോലെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് മുരളീധരന്റെ കഴിവാണ്. മുരളീധരനാണ് ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്തത്. മുരളീധരന്റെ ബുദ്ധിയായിരിക്കാം, കൊണ്ടുവന്നു. ശബരി ബാക്കി എല്ലാ സ്ഥലത്തും വോട്ട് പിടിക്കാൻ KS ശബരിനാഥൻ എന്ന വ്യക്തി, ആ ഒരു പേര് പോലും അവിടെ വോട്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ശബരിനാഥൻ ഒരു വീക്ക് സ്ഥാനാർത്ഥിയാകുന്നത്? പിന്നെ ശബരിനാഥൻ തിരുവനന്തപുരത്തുകാരനാണ്. കാർത്തികേയനെ അറിയാവുന്നവരുണ്ട് നേമത്ത്, അല്ലെങ്കിൽ കാർത്തികേയന് സ്വാധീനമുണ്ട്, ശബരിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് നേമം. അപ്പൊ അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ശബരി ഒരിക്കലും ഒരു വീക്ക് കാൻഡിഡേറ്റ് അല്ല. നന്നായി സംസാരിക്കാൻ അറിയാം, ആളുകളോട് നന്നായിട്ട് ഇടപെടുന്ന ആളാണ്, യുവത്വമാണ് അല്ലെങ്കിൽ യൂത്താണ്. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റുകൾ ശബരിക്കുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ശബരി വലിയൊരു അധികാരമോഹിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
വാരൽ രാഷ്ട്രീയത്തിന് ശബരി ചേച്ചി ശ്രദ്ധിച്ചാൽ മതി. ഒരു സൗമ്യനായ രാഷ്ട്രീയക്കാരനാണ്. ആവശ്യത്തിന് സംസാരിക്കുക, വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ നേരിടുക. അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പലപ്പോഴും ശബരി വരാറില്ല. അത് മാത്രമല്ല, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് BJP ആണ് അധികാരത്തിലിരിക്കുന്നത്, പ്രതിപക്ഷം എന്നാൽ എല്ലാത്തിനും പുറംതിരിഞ്ഞു നിൽക്കുക എന്നതല്ല, നല്ല കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ, അതായത് നാട്ടുകാരുടെയും നന്മയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന്, നിങ്ങൾ വഴിതെറ്റി പോയാൽ അവിടെ തിരുത്താനും ഞങ്ങൾ ഉണ്ടാകും, തിരുത്തൽ ശക്തിയായി. അവിടെയാണ് അദ്ദേഹം ഒരു മികച്ച ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നത്. അപ്പോ അദ്ദേഹം ഒരു വീക്ക് സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്ന് ഇവിടെ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇനി അധികം നാളിന്റെ ആവശ്യമില്ല. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അത് ഇവർക്ക് ബോധ്യപ്പെടില്ല. നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നത് മുരളീധരനാണ്. അവിടെ മുരളീധരൻ ജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള പിന്നീടുള്ള ചോദ്യമല്ലേ ചേച്ചി. അവിടെ അക്കൗണ്ട് പൊട്ടിക്കാൻ ആ വോട്ട് മാറ്റിയത് മുരളീധരനാണ്. അതുപോലെ നേമത്ത് അത്രത്തോളം വോട്ട് പിടിച്ചു. ഞാൻ വീണ്ടും പറയുന്നത്, ശബരി ജയിക്കുന്നതും പരാജയപ്പെടുന്നതും പിന്നെയുള്ള കാര്യമാണ്. അത്രത്തോളം വോട്ട് ശബരിക്ക് മറയ്ക്കാൻ കഴിഞ്ഞാൽ അത് ശബരിയുടെ വിജയമാണ്. അപ്പൊ ശബരി വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥി അല്ല എന്ന് മനസ്സിലാവും. വേറെ ഇപ്പൊ പല മണ്ഡലങ്ങളും വീക്ക് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവിടെ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ശബരി തിരുവനന്തപുരത്തിന് ഒരു വീക്ക് സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത് ഞാൻ പറഞ്ഞു, പല മണ്ഡലങ്ങളിലും ഉയർന്നു വന്ന പേരാണ് KS ശബരിനാഥിന്റേത്. അത്ര ഞാൻ സൗവർണയോട് ചോദിച്ചു, ഒരു ശബരിനാഥിനെ എത്ര മണ്ഡലത്തിൽ ചേച്ചി കാര്യം, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ പരിഗണിച്ചിരുന്ന പേരിന്റെ അകത്ത് ഒരാളായിരുന്നു ശബരിനാഥിന്റെ. KS ശബരിനാഥിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്ന ഒരു പേരാണ് അരുവിക്കര. അപ്പൊ തിരുവനന്തപുരത്തുകാർ പറഞ്ഞൊരു കാര്യം, ശബരി എവിടെ നിന്നെങ്കിലും നിയമസഭയിൽ എത്തണമെന്ന് തിരുവനന്തപുരത്ത് കോൺഗ്രസുകാർ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് സെൻട്രൽ ആദ്യം കേട്ട പേര് KS ശബരിനാഥിന്റേതാണ്. അപ്പൊ CMB ആ സീറ്റിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. CP ആ സമയത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായ ആളാണ്. അല്ലാതെ ഈ സാധാരണഗതിയിൽ സരിനെ പോലെ ഓടിപ്പോയി പാർട്ടി മാറിയില്ല. സേഫ് സോണിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പാർട്ടി മാറുക എന്നുള്ളൊരു തന്ത്രമല്ല. പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ അദ്ദേഹം തയ്യാറുമാണ്. ആ ദൗത്യം അദ്ദേഹം വളരെ മികച്ചതായി, വളരെ ഭംഗിയുള്ളതായി, കൃത്യതയോടെ ചെയ്യുമെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല.